ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതും എന്നാൽ ചിലർക്ക് തീരെ ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. ലിവർ ഫ്രൈ അല്ലെങ്കിൽ കരൾ ഫ്രൈ. ഇഷ്ടമുള്ളവർ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണുക, ഇങ്ങനെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോട്ടയം സ്റ്റൈൽ ലിവർ ഫ്രൈ ഒരുപാട് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കാൻ ശ്രമിക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിനകത്തേക്ക് ഇടുക. ഇതിൻ്റെ ഒരു ചെറിയ പ്രൊസീജിയറും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങാൻ. ഒരുപാട് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യരുത്, ഒരുവിധം വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യണം. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ. അപ്പോൾ ലിവറൊക്കെ ആയതുകൊണ്ട് നമുക്ക് അല്പനേരം ഇങ്ങനെ മഞ്ഞളിനകത്തൊന്നിട്ട് ഉപ്പിനകത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് അതൊന്നുകൂടെ വാഷ് ചെയ്തെടുക്കണം. ഇതിന് കൊച്ചുള്ളിയാണ് നല്ലത്. നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി. ഇതൊന്നുകൂടെ ഞാനൊന്ന് കഴുകിക്കൊണ്ട് വന്നിട്ട് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യാം. അല്ലാതെ കുക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല. കഴുകിയ കരൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചതിൻ്റെ പകുതി ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരിയും അല്ലാത്ത എരിയുള്ള പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ചേർത്തത്. കുരുമുളക് പൊടി, ഇതിൻ്റെ പ്രധാന സ്പൈസ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയുമാണ്, അതുപോലെ പെരുംജീരകമാണ്. ഗരം മസാല നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പെരുംജീരകം പ്രധാനമാണ്. പെരുംജീരകം മുഴുവനെ ഇടുന്നത് അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടാനാണ്. അതല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പെരുംജീരകം ചൂടാക്കി പൊടിച്ച് വേണമെങ്കിലും ഇടാം. നമ്മൾ ചേർക്കുന്ന മസാലയുടെയൊക്കെ ഒരു പകുതി ഭാഗം ചേർത്താണ് കരൾ നമ്മൾ വേവിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില, ഇതിലേക്ക് അല്പം മഞ്ഞളിടാം, ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ചെറിയ തീയിൽ നമുക്ക് ഒറ്റ വിസിൽ വരട്ടെ. വിസിൽ ബ്ലോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള മസാലയും കൂടെ ഒന്ന് റെഡിയാക്കാം. ഇതിനെപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കടുകിടാം. അത് പൊട്ടുന്ന ഉടനെ തന്നെ നമുക്ക് പെരുംജീരകം കൂടി ഇടാം. അതിനൊപ്പം നമുക്ക് വെളുത്തുള്ളി ഇടാം. എന്നിട്ട് വെളുത്തുള്ളിയുടെ ഒരു നല്ല മണം വരട്ടെ. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ബാക്കിയില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി നന്നായിട്ട് മൂക്കണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിന് ശേഷം ഉള്ളിയും കൂടെ മൂത്തതിന് ശേഷം നമുക്ക് മസാല ബാക്കി ഭാഗം, അതായത് പകുതി ഞാൻ പറഞ്ഞു ആ കരൾ വേവിക്കാൻ നേരം നമ്മൾ പ്രഷർ കുക്കറിനകത്ത് ഇട്ടു. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇനി ഇതിനകത്ത് ഇടണം. ചെറുതായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളകും കൂടെ. ഒറ്റ വിസിൽ മതി. നമ്മളപ്പോൾ അത് ഓഫ് ചെയ്തിടാം. ഉള്ളി ഒന്ന് വഴന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം ഉപ്പിടണം. ഉള്ളിയിൽ ഉപ്പും എരിയും നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ പിടിച്ചോളും. കരൾ വറക്കുമ്പോൾ നമ്മൾ പെരുംജീരകവും കടുകും മറക്കരുത്. ഇത് രണ്ടും ഡൈജഷൻ ഉള്ളതാണ്. അയണിൻ്റെ അംശം ഒരുപാടുള്ളത് കൊണ്ട് നമുക്കതൊരു ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും ചേർത്തേ ചെയ്യാവൂ. പ്രഷർ പോയിട്ടുണ്ട്. കരൾ വേണ്ട ഈ പരുവത്തിൽ ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ മസാലയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കരൾ ഒരുപാട് വെന്ത് പോകരുത്. ആ ഉള്ളിക്കകത്തേക്ക് ഇത് നമുക്ക് ചേർത്ത് പറ്റിച്ചെടുക്കണം. ഇതിനകത്തേക്ക് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, കുരുമുളക് പൊടി, കായം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കരൾ നല്ലതുപോലെ വേകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കരൾ ഓൾമോസ്റ്റ് ഇത് വെന്തു എങ്കിൽ തീ കൂട്ടി വെച്ച് നമുക്ക് വെള്ളം പറ്റിക്കണം. വെന്തില്ല എങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരൾ വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. പെരുംജീരകപ്പൊടി അത് പ്രധാനമാണ്, അത് മറന്നുപോയി. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പെരുംജീരകപ്പൊടിയാണ് ഇപ്പം ചേർത്തത്. മണവുമുണ്ട്, ഗുണവുമുണ്ട്. മീഡിയം ഫ്ലെയിമിൽ അത് വേകാനായിട്ട് അടച്ചു വയ്ക്കുക. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തോന്ന് നോക്കണം. വെന്തതിന് ശേഷം നമുക്ക് തീ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ മസാല ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
അത് പിടിക്കാതിരിക്കാനായിട്ട് നല്ല സ്റ്റീലിൻ്റെ തവിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഒരു ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി തോർന്ന് വരുന്നുണ്ടത്. ഇതിപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഒരു പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്തതും അതുപോലെ ഒരു 2 കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ ചിലർക്ക് ഇത് ഇഷ്ടമല്ല, എനിക്കറിയാം. ഇനി എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഇത് ഇഷ്ടമില്ലാത്തവരും ഒരുപാട് ഇഷ്ടമുള്ളവരും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റ്സ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.